നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ നിന്ന് വന്ന ഭൂതത്തിൻ്റെ പോലെയാണ്. അതിന് നിങ്ങൾ ആവശ്യമുള്ള ജോലി കൊടുത്തില്ലെങ്കിൽ അത് കണ്ണിൽ കാണുന്ന ജോലിയൊക്കെ ചെയ്യും, സകല തോന്നിവാസങ്ങളും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ചെയ്യും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അതിന് ജോലി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് ജോലി കൊടുക്കുന്നത്? നിങ്ങളുടെ അടുത്ത ദിവസം നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ ബ്രെയിൻ ഒരിക്കലും മറക്കില്ല. അതിന് നല്ല ശ്രദ്ധയുണ്ടാവും. നിങ്ങളതിനെ വിട്ട് കളഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ അതിനെ വിട്ട് കളയില്ല. അതായത് നാളത്തെ ദിവസം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് എഴുതി വയ്ക്കുക. ഒരുപക്ഷെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒരു 10,000 രൂപ ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ 1,00,000 രൂപ ആവശ്യമായിരിക്കും. അതിന് നിങ്ങളുടെ കയ്യിൽ യാതൊരു സോഴ്സും ഉണ്ടാവില്ല. ഇവിടെ നിന്നാണ് പണം വരിക, പണം വരാനായിട്ട് യാതൊരു മാർഗവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ വെറുതെ എഴുതി വെച്ചേക്കുക, നാളെ നിങ്ങൾക്ക് 1,00,000 രൂപ അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുന്ന ലിസ്റ്റിൽ, നിങ്ങളുടെ നിങ്ങളുടെ ഡേ ലിസ്റ്റിൽ നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് 1,00,000 രൂപ എന്നുള്ളത്. 1,00,000 രൂപ എന്നുള്ളത് നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ലിസ്റ്റിൽ എഴുതി വയ്ക്കുക. ശേഷം നിങ്ങൾ ഈ ഒരാഴ്ച അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ടാവണം. അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഈ വീക്കിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഏതെല്ലാം കാര്യങ്ങളിലാണ്. ചിലപ്പോൾ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് കയറണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഒരു ഇൻ്റർവ്യൂവിന് പോലും എങ്ങും വിളിച്ചിട്ടുണ്ടാവില്ല, ഒരു ഇൻ്റർവ്യൂ പോലും നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും നിങ്ങൾ എഴുതി വയ്ക്കുക, ഈ വീക്കിൽ തന്നെ എനിക്കൊരു ജോലി എന്ന് എഴുതുക. അതുപോലെ തന്നെ ആ വീക്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം, എത്ര രൂപ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനുള്ള പണം നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള EMIയോ അല്ലെങ്കിൽ പണത്തിൻ്റെ അടയ്ക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ പണം നിങ്ങൾ അച്ചീവ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് വല്ല ഡ്രസ്സോ ചെരുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ദിവസത്തെ കണക്ക്, അടുത്ത ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾ എഴുതണം. ഒരാഴ്ച അവസാനിക്കുമ്പോൾ നിങ്ങൾ നേടേണ്ട കാര്യങ്ങൾ എഴുതണം. ഒരു മാസം അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ എത്തേണ്ട കാര്യങ്ങൾ എഴുതണം. ഒരു വർഷം ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതുക. അതായത് ഒരു വർഷമായി കഴിയുമ്പോൾ, ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങൾ ഏത് ലെവലിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, ആ സമയത്തുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്തായിരിക്കണം, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഇതൊക്കെ നിങ്ങൾ അഡ്വാൻസായിട്ട് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എഴുതി വയ്ക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സ് വിട്ട് കളഞ്ഞാലും നിങ്ങളുടെ ബ്രെയിൻ അത് വിട്ട് കളയില്ല. ബ്രെയിൻ അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ബ്രെയിനിൻ്റെ ഈ സ്വഭാവത്തിനെ നിങ്ങൾ ഉപയോഗിക്കുക. ഇൻ കേസ് നിങ്ങളിതൊന്നും കൊടുത്തില്ല, നാളത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലൈഫിൽ വേണ്ടതെന്നുള്ള കാര്യം നിങ്ങളുടെ ബ്രെയിനിനെ അറിയിച്ചില്ല എന്നിരിക്കെ, നിങ്ങളുടെ ബ്രെയിൻ അതിന് തോന്നിയതുപോലെ അതിനിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കണ്ണിൽ കാണും. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെ മെസ്സേജാണോ അതിന് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ നിന്ന് വന്ന ഭൂതമാണ് നിങ്ങളുടെ ബ്രെയിൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ബ്രെയിനിൽ നിങ്ങൾ സദാ ജോലി കൊടുത്തുകൊണ്ടിരിക്കുക. ആ ജോലിയുടെ ലിസ്റ്റ് നിങ്ങൾ എഴുതി വയ്ക്കുക. ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ബ്രെയിൻ ജോലി ചെയ്തോളും. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഈ ഒരു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെച്ച കാര്യം ഒന്നും ബ്രെയിൻ ചെയ്തില്ലെങ്കിൽ പോലും പോകെ നിങ്ങളിത് ശീലമാക്കുക. ഈ ദിവസം, ആഴ്ച, മാസം, വർഷം നിങ്ങൾ കണക്കുകൾ എഴുതി വെക്കുന്നത് നിങ്ങൾ ശീലമാക്കുക. പോകെ ബ്രെയിൻ അതനുസരിച്ച് തുടങ്ങും. പോകെ ബ്രെയിൻ അത് ചെയ്തു തുടങ്ങും. നാളെ മുതൽ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ബ്രെയിൻ എന്ത് ചെയ്യും? നിങ്ങൾ എഴുതിയ ലിസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തു തരുന്നത് കാണാം. അങ്ങനെ ബ്രെയിനിനെ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് വഴങ്ങിയെടുക്കുക, അതിനെ ആ ഒരു ലെവലിലോട്ട് മാറ്റുക, ഇണക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം സക്സസ് ആയിരിക്കും. താങ്ക് യു.